ചത്ത പോലെ ഇരിക്കണം. നമ്മൾ എന്തിനു വന്നാണ് ഗായ്സ്? ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഇങ്ങോട്ട് വരിക. അപ്പുറത്തുനിന്ന് ഒരാള് കണ്ടു കേട്ടോ വന്നിട്ടുണ്ട്. നല്ല ടൈമിങ്. വരണം. അപ്പൊ നമ്മൾ ഇന്ന് എന്താ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പൂത്തിരിയൊക്കെ എടുത്തിട്ടാ വരുന്നത്. അങ്കിത്, അവര് ഈ ട്വിൻസ് ആണ്. അല്ല, നിങ്ങൾ രണ്ടുപേരും ട്വിൻസ് ആണ്. അങ്കിത്, എന്തെങ്കിലും ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ? പറ, എന്തെങ്കിലുമൊക്കെ പറ. ഹാപ്പി ന്യൂ ഇയർ. ഭയങ്കര എളിമയും മനസ്സുള്ള ഒരു പ്രത്യേക വ്യക്തിയാണ്. അങ്കിത് എവിടുന്നാ വരുന്നത്? നാട്ടിലെവിടെ? കോട്ടയം. എന്താ പഠിക്കുകയാണോ? എന്താ പഠിക്കുന്നത്? പഠിക്കുന്നുണ്ടോ? ആണല്ലേ? നമുക്കൊക്കെ പൊട്ടിക്കാൻ പറ്റുമോ ഇതൊക്കെ? ആണല്ലേ? ഇത് കണ്ടോ ഇവര് കലങ്ങണം. ആണല്ലേ? ഓക്കെ, രണ്ട് സുഹൃത്തുക്കൾ നിങ്ങളെ തെരഞ്ഞു പോയിട്ടുണ്ട് അപ്പുറത്തേക്ക്. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ഗൈസ് പറയൂ. ന്യൂ ഇയർ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തൊക്കെയാ ഓർമ്മ വരുന്നേ? കഴിഞ്ഞ വർഷം എങ്ങനെയൊക്കെയോ പോയി, ഈ വർഷമെങ്കിലും അങ്ങനെയൊക്കെ പോവാൻ എനിക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾ ആക്ച്വലി സെൽഫ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയത്, പക്ഷെ കട അടച്ചു, അവിടെ തുടങ്ങി. പിന്നെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. ഞങ്ങൾ ഇങ്ങനെ 3 സാധനം മേടിച്ചു. ഇതിന് മധുരമില്ലായിരുന്നു, ഇത് വായി വെക്കാൻ കൊള്ളാത്തൊരു സാധനം. പിന്നെ ബെറ്റർ എന്ന് പറയാന് ഇതേ ഉള്ളൂ. പക്ഷെ ഇത് ഞങ്ങൾ എന്തിനാ വാങ്ങിയെന്ന് വെച്ചാല് ഇവിടെ ഈ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി. അങ്ങനെ ഓരോ പണ്ടത്തരങ്ങൾ ചെയ്ത് ഇവിടെ വരെ എത്തി. നല്ല ടേസ്റ്റാ. ബാർലി വെള്ളം ഉണ്ട് കൈ. നിന്റെ ഉണ്ടോ ബാർലി വെള്ളം? ശരി പറയാം. ആണല്ലേ? ഐശ്വര്യ എന്തായിരുന്നു കഴിഞ്ഞ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ? കഴിഞ്ഞ ന്യൂ ഇയർ ഉണ്ടല്ലോ, ഒറ്റക്ക് സോളോ ആയിട്ട് ആ ഡോക്ടറിന്റെ മുമ്പില് നിന്ന് ഒറ്റയ്ക്ക് ആഘോഷിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ കഴിഞ്ഞ ന്യൂ ഇയർ? കഴിഞ്ഞ ന്യൂ ഇയർ അടിപൊളിയായിരുന്നു. കഴിഞ്ഞ ന്യൂ ഇയർ ഞങ്ങള് കാറിൽ വന്ന് ഇവിടെ ബ്ലോക്കിൽ കിടന്ന് റോഡിൽ നിന്ന് മേളിലോട്ട് നോക്കി പടക്കം പൊട്ടുന്നതും കണ്ട് അരമണിക്കൂർ കൊണ്ട് തിരിച്ച് വീട്ടിൽ എത്തിയപ്പോ ആരോടില്ല. ഞാൻ അതെല്ലാം മറന്നു കേട്ടോ. പിന്നെ ആരോടെ തപ്പിപ്പോയി. ന്യൂ ഇയർ ഒക്കെ കൊള്ളായല്ലേ? ഞങ്ങളൊരു പട്ടി ഉണ്ടായിരുന്നു, ആരോട് അത് മിസ്സായി പോയി. ഒരു വലിയ പട്ടിയായിരുന്നു, പക്ഷെ അതുണ്ടല്ലോ ഒരു മുണ്ണയായിരുന്നു. അത് കാലിക്രോസ് ആയിരുന്നു, പക്ഷെ അത് കൊരക്കത്തുമില്ല. എന്തോ ഇങ്ങനെ അത് കൊരക്കും, പക്ഷെ വേറൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവത്തില്ല. അതുപോലത്തെ ഒരു സാധനം. അതിനെ കൊണ്ട് അതിൽ അഡപ്റ്റ് ചെയ്ത് കാണും. അതിനിപ്പോ നല്ലൊരു കുടുംബം കിട്ടിക്കാണും. ഞങ്ങൾ പട്ടി ഞങ്ങൾ ശരിക്കും പട്ടിയെ നോക്കുന്നവരാണ്, പക്ഷെ വേറെ നല്ല വീട്ടുകാർ ഇതാണ് ഞങ്ങളുടെ ക്ലോക്ക് ടവർ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന എന്താ പാലസ് ഓഫ് സയൻസ് ആൻഡ് കൾച്ചർ മ്യൂസിയം. ഇതിൻ്റെ പേരങ്ങനെയാണ്, പക്ഷെ ഞങ്ങൾ ക്ലോക്ക് ടവർ എന്നാണ് പറയാം, കാരണം അതിൻ്റെ മണ്ടയ്ക്കൊരു ക്ലോക്ക് ഉള്ളതുകൊണ്ട്. എന്നെ നാവൊന്നും പറയിട്ടില്ല, ബബിൾ ടീ കുടിച്ചിട്ട്. ഇവിടെ നിറച്ച ആൾക്കാരുണ്ടാവും. ഇപ്പം കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ. ഇനി ഇവിടെ എല്ലാം ഫയർ ക്രാക്സും എല്ലാം ഉണ്ടാവും. അപ്പം ഞങ്ങളടുത്ത് കുറച്ച് പടക്കവും പൂത്തിരിയും വേറെ എന്തൊക്കെയുള്ളത് പടക്കവും കമ്പുത്തിരി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഞങ്ങളതൊക്കെ പാർക്കിൽ പോയിട്ട് ചിരി പൊട്ടിക്കാനാണ് ഞങ്ങളുടെ പരിപാടി. സോ ലെറ്റ്സ് സീ അല്ലേ? അതെ അതെ. ഗൈസ് അവിടെ പടക്കം വിൽക്കുന്നു ഗൈസ്. എവിടെ? അവിടെ ആരാ പോയെന്തേ? അതെ, പെട്ടെന്ന് ആൾക്കാരുടെ എന്നൊക്കെ പൊട്ടിക്കുന്നത് ആണോ?
അയ്യോ ഇങ്ങനെ ആൾക്കാരുടെ ഒന്നും ഇടരുത് നമ്മള്. നാട്ടിലും കിട്ടുന്ന കട എന്തായാലും ഒന്നുമില്ലടിയാ ഞാൻ പേടിച്ച മാമനെ ഓ പേടിപ്പിക്കുന്നു. ഇവിടെ എന്തൊക്കെയുണ്ട്? നമ്മളേതാ മേടിക്കാൻ പോകുന്നത്? നമ്മളേതാ മേടിക്കാൻ പോകുന്നത്? നാട്ടിൽ നിന്ന് കുറച്ച് പടക്കം ബിസിനസ് ചെയ്താലോ നമുക്ക്? പൊട്ടില്ലല്ലോ, അത്രേ ഉള്ളൂ അല്ലേ? പാവം കണ്ട അതിന്റെ ഇടയില് അപ്പൊ ഞങ്ങളൊരു സ്പോട്ട് കണ്ടെത്തുവാണ് അല്ലേ? അതെ അതെ. നമ്മളെടുത്തുണ്ടല്ലോ ഗുണ്ട്. എത്ര സ്ലോട്ട് ഇടതാ? 80 സ്ലോട്ട്. മീറ്റ് മൈ ഫ്രണ്ട് മിസ്റ്റർ അവിനാഷ്. അവിനാഷ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സേ ഹായ് ടു മൈ ഓഡിയൻസ്. നീ അറിഞ്ഞില്ലല്ലേ? അവിടെ എന്തോ സംഭവം ഉണ്ട്. അയ്യോ അത് പൊട്ടി. എടാ അവന്റെ ഇത് ഞങ്ങള് മലയാളി അസോസിയേഷന്റെ വക ഒരു പടക്കം പൊട്ടി ആണ് ഉള്ളത്. എങ്കിൽ നമ്മളെ വകയാണിത്. സ്പെഷ്യൽ സ്പോൺസർഷിപ്പാണ്. അവനെന്തെല്ലാം കാണിക്കുന്നുണ്ട്. കാറ്റടിക്കുന്നോണ്ട് അവൻ നെഞ്ചത്ത് ഓ വെച്ച് മൈ ഗോഡ്, ഇത് നനഞ്ഞെന്നവർ. ഇതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. ടൈം എടുക്കുമല്ലേ? ഇത് നമ്മളെ മലയാളി അസോസിയേഷന്റെ വകയാണ് ഇത്. സ്പോൺസർഡ് ബൈ സ്പോൺസർഡില്ല, എടാ മാറിക്കോണം മാറിക്കോണം മാറിക്കോണം. ഇവിടുന്ന് ഇതെന്തുവാ? ആ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇനി എന്താ ഉള്ളത്? ഇനി നമ്മളെടുത്ത് കുറച്ച് അടുത്തത് അഭിനയ അവതരിപ്പിക്കുന്ന ചിക്കുമുക്ക്. ഒന്നുമില്ലല്ലോ. ഇത് ക്രൂരതാണോ? Where are you from? India. Yeah. You live in Poland? Yes. Oh. എല്ലാരും നഴ്സറിയിലൊക്കെ കഥ അറിയില്ല. You live in Poland. How long are you staying? 1 year. 1 year. Oh, it's not long time. Yeah. But how long you want to live in Poland? 3 years. 3 years. You study or? Let's go. അയ്യോ അവിടെ ആരോ പൊട്ടിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിൽ സാധനം തെറിച്ചു പോകാൻ നോക്കാം. ഒരു ചക്രം പോലെ തന്നെ, പക്ഷെ അതല്ല. ഇത് ഇവിടെ എല്ലാം ക്രൗഡഡ് ആയി. എന്താ പറ്റി?
ആണോ? നമുക്കിന്ന് അങ്ങോട്ടേക്ക് പോവാം. കണ്ടോ, നല്ലല്ലേ? നമ്മളെപ്പോഴാ ഓട്ടിക്കണേ? അത് ശരി, സൈഡിലുണ്ടല്ലേ. ഇതായിരുന്നു അഭിന് ഇവിടുന്ന് ഇങ്ങനെ ഓരോന്ന് ഇടുന്നുണ്ട്. ആ എടാ എന്നെ എടാ അത്രക്ക് വേണോ? ന്യൂ ഇയർ ഞങ്ങള് മൂന്നുപേരും അത് പിടിച്ചോണ്ടിരിക്കുന്നു. ശരിയെന്നാ എണ്ണ പിടിച്ചിട്ട്
എന്റെ കൈ കണ്ടോ? ന്യൂ ഇയർ ആവശ്യം പടക്കം പൊട്ടിച്ച ആൾക്കാർക്കില്ല എത്ര പടക്കം പൊട്ടിച്ചില്ല, തണുത്ത മറിച്ച് മരവിച്ച് എടുത്ത സീനാന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയർ വ്ളോഗ് അടിച്ചു പൊളിച്ച്.